എവരിവൺ. അപ്പൊ നമ്മൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഞങ്ങൾ പറയാം നിങ്ങളോട് എന്താണ് ഗൈസ്, നമുക്കിന്ന് സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 45 ദിവസമായിട്ടോ നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. അതിലുള്ള നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. എല്ലാവരോടും താങ്ക്സ് ഇട്ടാ. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഇനി ഞങ്ങൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ അതിന്റെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് ചിക്കനും കുറച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി ആഘോഷിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഫുഡ് ആയിട്ടുള്ള ആഘോഷം നമ്മളല്ലേ, അവർക്ക് അത് ഉണ്ടാക്കാം, സെലിബ്രേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഒക്കെ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കുകയാണേ. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ് ഒക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഗായ്സ് അമ്മയും ചേച്ചിയും കൂടിയിട്ട് അവിടെ അത് റെഡി ആക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് പറമ്പിലോട്ട് ഇറങ്ങിയേക്കാണ്. നിറച്ചു യെസ് മാങ്ങ അതവിടെ ഇനി കാണാൻ ചെയ്യുന്നേ. മാങ്ങ പറിക്കാനല്ല, മാങ്ങ വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ കൊറേ പഴുത്തിട്ട് മാങ്ങ ഇങ്ങനെ നിലത്ത് വിടാറുണ്ട് എപ്പോഴും. അപ്പൊ നമുക്കത് പറക്കിയെടുക്കാം. പക്ഷേ ഇതില് മുക്കാ മാങ്ങകളും പുഴു കടിച്ചത്, മലയെണ്ണാൻ കടിച്ചത്, അങ്ങനെ കിളി കൊത്തി ഇതൊക്കെയാവും കേട്ടോ. നമുക്ക് കൊത്തലും കുറലൊന്നും ഇല്ലാത്ത മാങ്ങ പറക്കിയെടുക്കാം. ഞാൻ എടുത്ത് ഒരു മാങ്ങ കോറലൊന്നും ഇല്ലാത്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ ഇത്രയും വലിയ മാവ് ഉണ്ടേലും നമുക്ക് മാങ്ങ കിട്ടല് കുറവാണ് കേട്ടോ. കാരണം ഇതെല്ലാം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കൊത്തിട്ടേക്കാണ്. മാങ്ങ കഴിഞ്ഞാ അപ്പൊ ഗൈസ് നമുക്ക് ഇന്ന് കിട്ടിയത് ഒരു മാങ്ങയാണ് കേട്ടോ. ഒരു മാങ്ങയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇവിടെ ഊഞ്ഞാലുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയില്ലേ ഗൈസ്, നമ്മൾ ഇവിടെ ഊഞ്ഞാല് കെട്ടി, പിന്നെ ഇവിടെ ഊഞ്ഞാല് കെട്ടി, 2 ഊഞ്ഞാല് നമ്മൾ ഒരു ദിവസമാണ് കേട്ടോ കെട്ടിയത്. അപ്പൊ നമ്മള് മാങ്ങയൊക്കെ പറക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആകെ കിട്ടിയത് ഒരു മാങ്ങയാണേ. ഇനി നമുക്ക് ലേവിന്റെ അടുത്തേക്ക് പോകാട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലേവി എപ്പോഴും നമ്മളെ നോക്കലാണ്. ലേവി നമ്മുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവളെ കാണിച്ചു തരാം. ലേവി മണി ലേവി മണി എന്ന് വിളിക്കുമ്പോഴേക്കും അവളെ എണീറ്റ് നിൽക്കൂട്ടോ. അവിടെ ഞാൻ കാണിച്ചു തരാവേ ഗായ്സ്. ഇതാണ് കേട്ടോ നമ്മുടെ ലേവി മണി. ഈ പൂട്ട് കാണുമ്പോൾ വിചാരിക്കും നമ്മളെന്താ മണിച്ചിത്രത്താഴില് പൂട്ടിയിട്ടേക്കണേന്ന്. പക്ഷെ ഇവള് സ്വയം കുറ്റി തുറക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കണേ. നമ്മള് വൈകുന്നേരം ഇവളെ അഴിച്ചു വിടും, ഏത് നേരം കൂട്ടിലൊന്നല്ല. ഇവൾക്ക് കുട്ടൂനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെയൊക്കെ ഇഷ്ടമാണ് ഈ കുട്ടൂനെ. കുട്ടി തൊടുമ്പോഴൊക്കെ ഇവളെ എവിടെ തൊട്ടാലും ഇവള് ഒതുങ്ങിയിരിക്കും. പക്ഷെ ഞാൻ തൊടുമ്പോ ചെറുതായ ഇവളുടെ പല്ല് പൊന്താൻ തുടങ്ങും. അപ്പൊ നമുക്കിനി പോവാം. മതി, നമുക്ക് അടുക്കളയിൽ എന്തായി നോക്കാം. കണ്ടോ, ഞങ്ങൾ പോവാന്ന് കണ്ടപ്പോ അവള് ചാടി തുടങ്ങി. അപ്പൊ എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുട്ടി വാ, നമ്മൾ ആരെ കാണിച്ചു കൊടുക്കാൻ പോണേ? നമ്മുടെ മങ്ങിനിയുടെ കുട്ടികളാണ് കേട്ടോ. മങ്ങിനി നമ്മുടെ പൂച്ചക്കുട്ടിയാണ്. പൂച്ചക്കുട്ടിയല്ല, ഇപ്പൊ പൂച്ച തള്ളയായി. അവൾക്ക് 4 പിള്ളേരുണ്ടായിട്ടുണ്ട് കേട്ടോ. പുതിയത് കാണിച്ചു തരാവേ. മങ്ങിനിയെ നിന്റെ കുട്ടികളെവിടെ കാണാനില്ല ഒത്തണത്തിന്. നമ്മൾക്ക് എണ്ണക്കില്ല അധികം, അതുകൊണ്ട് ഇവര് നമ്മളെ കാണുമ്പോഴേക്കും ഓടുകയാണ്. ഇതാണ് കേട്ടോ ഈ വലിയ പൂച്ചയാണ് ഞങ്ങളുടെ മങ്ങിനി പൂച്ച. ഇവളാണ് കേട്ടോ ഞങ്ങളുടെ മങ്ങിനി പൂച്ച. അവളുടെ കുട്ടികളാണ് അത്. 4 ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ അടിയിൽ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. 3 കാണാനുള്ള ഒരെണ്ണം അവിടെ പോയി ഗായ്സ്. അപ്പൊ നോക്ക്, നമ്മുടെ തെങ്ങാണ് കേട്ടോ. തെങ്ങിന്റെ ചോട്ടിലിതാ പട്ടയിലടാ അത്. ആ പട്ടയില എന്തൊരു മരക്കഷ്ണം ഇന്ന് കിടക്കണേ. അതിന്റെ സൈഡിൽ നിറച്ചും കൂണ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ വിശക്കൂണ തോന്നുന്നു. ഒരു പപ്പടം വലിയ കല്യാണ പപ്പടത്തിന്റെ അത്രയ്ക്ക് വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് എന്തായാലും തൊടരുത് കേട്ടോ. കുട്ടീന് തൊടണ്ടാ, ചിലപ്പോ അതിന് വല്ല വിഷം ഉണ്ടാവും. അപ്പൊ നമുക്കിനി അടുക്കളയിൽ പോയി അവരുടെ പണി എന്തായി നോക്കാം. അപ്പൊ ഗായ്സ് നമ്മള് ചിക്കനൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാണ് കേട്ടോ. നമ്മളിവിടെ വെജിറ്റബിൾസിന് ഇടാനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മസാല ഉണ്ട്, ഉള്ളി ഉണ്ട്. നമ്മള് മുട്ടയും, എത്ര മുട്ട അത് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാ? ക്യാബേജ്, ബീൻസ് അല്ലത്, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി ഒക്കെ കോരി നമ്മള് വെളുത്തുള്ളി കോരിയിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇന്നൊരു പച്ച നല്ല കുഴയാതെ എടുക്കാം.
അപ്പൊ നമ്മൾ ഇനിക്ക് സോസ് ഒഴിച്ചു കൊടുക്കാൻ പോവാട്ടാ. സോയ സോസ് അല്ലേ? സോയാ സോസ്, റെഡ് ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കേ. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. ഇതിലേക്ക് മുട്ട കൂടി നമ്മൾ ഇട്ട് കൊടുക്കാട്ടാ. ഇതിലെപ്പോഴാ അമ്മ ചോറിടുക? അപ്പൊ തന്നെ റൈസ് ഇട്ട് കൊടുക്കാട്ടാ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കേ. അപ്പൊ ഗായ്സ് നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കനും ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാം അല്ലേ? അപ്പൊ വിളമ്പി കൊണ്ടുവരട്ടെ, നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാൻ റെഡിയാവും. ഗായ്സ് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ വറുത്തും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാം. മാരിയരെ ഓക്കെ ഓക്കെ. ഇതാ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാ? ഓർഡർ വൈസ് അങ്ങനെ മുകളിലേക്ക് പോവാന്നാ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് ആഘോഷിച്ച ഗായ്സ്. അപ്പൊ നമ്മളെ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗായ്സ്. എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.